നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസിന്റെ താഴെ വന്ന ഒരു കമന്റ്, ആ കമന്റിനുള്ള ഒരു റിപ്ലൈ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതൊരു ചോദ്യമാണ്. ഞാൻ ഇടയ്ക്കിടെ എൻ്റെ വീഡിയോസിൽ പറയുന്ന ഒരു വാക്കാണ് ഹയർ സെൽഫ്, അതായത് സോളിന്റെ ഹയർ സെൽഫിലോട്ട് എത്തുക എന്നുള്ളത്. ഇത് ഞാൻ ഇടയ്ക്കിടെ പറഞ്ഞപ്പോ അതില് എന്റെ വീഡിയോ കണ്ട ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് ഈ ഹയർ സെൽഫ് എന്ന് പറയുന്നത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്നുള്ളത്. ആക്ച്വലി ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായൊരു കാര്യം, ശരിയാണ്, അത് നല്ലൊരു ചോദ്യമാണ്. അത് കുറെ പേർക്ക് അതിനെ പറ്റി അറിയില്ല. എന്നാൽ ഇന്നത്തെ വീഡിയോ അത് തന്നെ ആവാന്ന് വിചാരിച്ചു. സോ ഹയർ സെൽഫ് എന്താണ് എന്നറിയുന്നതിന് മുൻപ് നമ്മുടെ സോളിന് 3 തലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. ആ 3 തലങ്ങൾ എന്ന് പറയുമ്പോൾ ലോവർ സെൽഫ്, മിഡിൽ സെൽഫ്, ഹയർ സെൽഫ്. ഇതില് മിഡിൽ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ സോളിന്റെ ഏറ്റവും ലോ ആയിട്ടുള്ള, അതായത് ഏറ്റവും താഴ്ന്ന നിലം അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന തലം എന്ന് നമുക്ക് പറയാം. ഇവിടം നമുക്കുള്ള ട്രോമാസ്, നമ്മുടെ സങ്കടങ്ങള്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള ടെൻഡൻസി, നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് ഇമോഷൻസ്, അതായത് അസൂയ, കുശുമ്പ്, പക, വെറുപ്പ്, ദേഷ്യം, അനാവശ്യമായ സങ്കടങ്ങള്, മറ്റുള്ളവരെ തമ്മിൽ കമ്പയർ ചെയ്യുക തുടങ്ങി എല്ലാ തരത്തിലുമുള്ള നെഗറ്റിവിറ്റീസ് നിൽക്കുന്ന ആ ഒരു സോളിന്റെ തലത്തിനെയാണ് നമ്മൾ ലോവർ സെൽഫ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ സോളിന് മെച്യൂരിറ്റി തീരെ ഇല്ലാത്ത ഒരു തലം എന്ന് തന്നെ പറയാം. ഈ ഒരു തലത്തിൽ നിന്നും ഹയർ സെൽഫിലോട്ട് എത്തുകയാണ് ചെയ്യേണ്ടത്. സോ ലോവർ സെൽഫ് കഴിഞ്ഞ് അതിന്റെ നെക്സ്റ്റ് തലം എന്ന് പറയുന്നത് മിഡിൽ സെൽഫാണ്. മിഡിൽ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു തലമുണ്ട്. പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലും നേരത്തെ പറഞ്ഞ ആ ഒരു ലോവർ സെൽഫിലോട്ട് നമ്മൾ പോകും. പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകും. എന്നാൽ നമ്മൾ ലോവർ സെൽഫിലാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാവില്ല. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഏറ്റവും ലോ ആയിരിക്കുന്ന സമയത്ത് ചിലർ വന്ന് നമ്മളെ സമാധാനിപ്പിക്കും, നമ്മളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. അതൊന്നും നമുക്കങ്ങ് അകത്തിലേക്ക് കയറത്തില്ല. കാരണം നമ്മുടെ സോളിന്റെ വൈബ്രേഷൻ, നമ്മുടെ സോളിന്റെ തലം എന്ന് പറയുന്നത് ഏറ്റവും ലോവർ ആയിട്ടാണ് നിൽക്കുന്നത്, ഏറ്റവും താഴ്ന്ന തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയാത്തത്. എന്നാൽ നമ്മുടെ എനർജി കുറച്ച് ഹൈ ആണെങ്കിൽ, അതായത് മിഡിൽ സെൽഫിലാണെങ്കിൽ, നമ്മൾ ഒരാൾ ആശ്വസിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ, നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ പറ്റി ഒരാൾ പറഞ്ഞു തരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കുകയും ഇതിനെ ഓവർകം ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്ന ഒരു ഇടമാണ് നമ്മുടെ മിഡിൽ സെൽഫ് എന്ന് പറയുന്നത്. എന്നാൽ ഹയർ സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ സോള് ഡിവൈനുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്ന തലമാണ് ഹയർ സെൽഫ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മെഡിറ്റേഷനിലൊക്കെ നിർവാണ എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടമുണ്ട്. നമ്മുടെ മെഡിറ്റേഷനെ കുറിച്ച് ഹയർ ആയിട്ടുള്ള ഒരു തലമാണ്, അതിലും ഉയർന്ന തലങ്ങളുണ്ട്. നമ്മൾ ധ്യാനത്തിലൊക്കെ ഇരുന്ന് ആ ഒരു ഡിവൈൻ അല്ലെങ്കിൽ ആ ഒരു കോസ്മിക് എനർജി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുമ്പോൾ, അതുപോലെ തന്നെ നമ്മളോട് മറ്റുള്ളവരെ എന്ത് പറയുന്നു അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും ബോധേഡാവാത്ത ഒരു ടൈം ഉണ്ട് നമുക്ക്. ഇതൊന്നും നമുക്ക് വിഷയമല്ല, ഞാൻ എന്നിലാണ് ശ്രദ്ധിക്കുന്നത്, എന്റെ മുന്നോട്ടുള്ള, അതായത് എന്റെ ഫ്യൂച്ചറിലേക്കാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആരോടും ദേഷ്യമില്ല, ഒന്നിനോടും വിദ്വേഷമില്ല, വെറുപ്പില്ല, അസൂയയില്ല, കുശുമ്പില്ല, ആരെയും ജഡ്ജ്മെന്റ് ചെയ്യില്ല, ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, ഒന്നിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല, എല്ലാത്തിനോടും സ്നേഹം മാത്രം. ആ സ്നേഹത്തിന് പോലും ഒരു പ്രത്യേകത ഉണ്ടാവും. അതായത് വ്യക്തികളോടാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാല്യുബിൾ ആയിട്ടുള്ള തിങ്സിനോടാണെങ്കിലും, അതുപോലെ തന്നെ സാഹചര്യങ്ങളാണെങ്കിലും, അതിനോടെല്ലാം തന്നെ ഒരു ഡിറ്റാച്ച്മെന്റോട് കൂടിയിട്ട് നമുക്കതിനെ സ്നേഹിക്കാൻ പറ്റും. അതുപോലെ അൺകണ്ടീഷണൽ ലവാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ
നമുക്ക് തിരിച്ച് ആ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് വെച്ചിട്ടായിരിക്കില്ല നമ്മൾ നിൽക്കുക. അതായത് ഞാൻ ഇയാളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാൾ എന്നെ തിരിച്ച് സ്നേഹിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡ് കൂടി ആയിരിക്കില്ല നമ്മൾ ഉണ്ടാവുക. ആ വ്യക്തി എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഒന്നിനെയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യില്ല. ഒരു വ്യക്തിയാണെങ്കിലും സാഹചര്യത്തെയാണെങ്കിലും നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനെ പറ്റിയും ഒരു അവയർനെസ് ഉണ്ട്, ഒരു ബോധം നമുക്ക് ഉണ്ടാവും. ഏത് കാര്യത്തെയും ഏറ്റവും നല്ല രീതിയിൽ നോക്കി കാണാൻ നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ സോളിന്റെ ഹയർ സെൽഫ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുകൾ തരുന്ന, നമുക്ക് ഏറ്റവും സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ സോളിന്റെ ലോവർ സെൽഫിലൂടെ കടന്നു പോകുന്നത്. അതായത് ഏറ്റവും താഴ്ന്ന തലത്തിലൂടെ. നമ്മുടെ സോളിന് വേണ്ടത് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്ന ഈ ഒരു ഹയർ സെൽഫിലോട്ട്, അതായത് ആ സോളിന്റെ മെച്യൂരിറ്റിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോവാ, അല്ലെങ്കിൽ വേറൊരാളെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അവരെ ജഡ്ജ്മെന്റ് ചെയ്യാനോ ഉള്ളൊരു ടെൻഡൻസി നമുക്ക് വരുന്നത്? മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ നമുക്ക് അസൂയയും കുശുമ്പും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മുടെ സോളിന് അതിനുള്ള മെച്യൂരിറ്റിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സോളിന് എപ്പോഴും വേണ്ടത് എക്സ്പീരിയൻസ് ആണ്, അതുപോലെ തന്നെ വിസ്ഡം ആണ്, അതായത് അറിവ്, ജ്ഞാനമാണ് വേണ്ടത്. ഇത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ നമ്മുടെ സോള് കടന്ന് മുന്നോട്ടേക്ക് പോകണം. ആ സമയത്ത് പല വേദനകളിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാലേ നമ്മൾ എക്സാമിന് പാസ്സാവുള്ളൂ. അതുപോലെ തന്നെയാണ് പല പല കഷ്ടപ്പാടുകളിലൂടെ വേണം നമ്മൾ സോളിന് എക്സ്പീരിയൻസ് കിട്ടാനും അതുപോലെ തന്നെ ജ്ഞാനം കിട്ടാനും. ഇത് കിട്ടി കുറെ കഴിയുന്ന സമയത്ത് നമ്മുടെ സോളിന് മനസ്സിലാവും ഞാനൊരു സോളാണെന്നും നമ്മുടെ ചുറ്റിനുള്ളതെല്ലാം എന്നെ പോലെ തന്നെ നമ്മളെല്ലാം ഒരേ സോൾസ് ആണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവും. ചുറ്റിനുള്ള സോൾസ് എല്ലാം തമ്മിൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവും. എല്ലാം തമ്മിൽ എല്ലാ സഹജീവികളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആരെയും ജഡ്ജ് ചെയ്യരുതെന്നും ആരെയും ക്രിട്ടിസൈസ് ചെയ്യരുതെന്നും ഇതെല്ലാം പ്രകൃതിയിൽ നടക്കുന്നതാണ്, ഇതെല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്, യൂണിവേഴ്സിന്റെ ഭാഗമാണ് എന്നൊക്കെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് നമ്മുടെ ഹയർ സെൽഫ് എന്ന് പറയുന്നത്. സോ എന്താണ് ഹയർ സെൽഫ് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.